പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുക എന്നുള്ളത് ഈ PMLA ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം അവർക്ക് അതിനുള്ള ഒരു അധികാരമുണ്ട്. കാരണം അതുകൂടെ നിലവിലും വന്നെങ്കിൽ മാത്രമേ പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവരെ ആ രീതിയിൽ ഒരു നടപടിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പ്രതികൾ ഈ നിയമവിരുദ്ധമായിട്ട് സമ്പാദിച്ചിട്ടുള്ള പണം എവിടെയൊക്കെ വിനിയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരുടെയൊക്കെ പേരിലാണ് ഉള്ളത്, ബന്ധുക്കളുടെയാണോ ബിനാമികളുടെയാണോ, അങ്ങനെയുള്ളതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തി അതെല്ലാം സർക്കാരിലേക്ക് കണ്ടുകെട്ടുക എന്നുള്ളതാണ് ആ ആക്ടിന്റെ പരിധിയിൽ ED ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് വളരെയധികം പ്രയോജനം ചെയ്യും, അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതില് ചിലരുടെയൊക്കെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും മറ്റു ചിലരുടെയൊക്കെ സ്വത്തുക്കളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കുന്നു, വിശദമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം നടപടിയിലേക്ക് കടക്കുമെന്നുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിലുള്ള 13 പ്രതികളിൽ അവരുടെ മാത്രമല്ല, അതിലും അപ്പുറത്തേക്ക് അവരുടെ ബന്ധുക്കളായിക്കോട്ടെ, അവരുടെ ബിനാമികളായിക്കോട്ടെ, അവരുടെ എല്ലാം സ്വത്തുക്കളെ സംബന്ധിച്ച് ഇവരുമായി ബന്ധപ്പെട്ട് അവർ സമ്പാദിച്ചിട്ടുള്ള എല്ലാ ഇടപാടുകളും, സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഭൂമി മാത്രമല്ല, ബാങ്ക് ബാലൻസുകൾ, അതുപോലെ തന്നെ ലോക്കറിലുള്ള സ്വർണം, അതല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അവര് എന്തൊക്കെ സമ്പാദിച്ചിട്ടുണ്ട്, വാഹനങ്ങൾ, ഇതെല്ലാം അതിലേക്ക് കടക്കും. അപ്പം അതെല്ലാം കണ്ടുകെട്ടാവുന്ന ഒരവസ്ഥയാണ്. SITയെ സംബന്ധിച്ചിടത്തോളം അത്ര വിപുലമായിട്ടുള്ള ഒരു അധികാരം SITക്ക് ഇല്ല. പോലീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ അവർ കുറ്റകൃത്യമാണ് അന്വേഷിച്ചു പോകുന്നത്. പക്ഷേ ഈ കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം അല്ലെങ്കിൽ അവർ മോഷ്ടിച്ച സ്വർണം എവിടെയാണ് വിനിയോഗിച്ചിട്ടുള്ളത്, എന്തിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ED അന്വേഷിക്കുന്നത്. ഇത് രണ്ടും രണ്ട് ആംഗിളിലുള്ള അന്വേഷണമാണ്. കാരണം SIT ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു ആരോപണം നമ്മൾ ഇപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം SITയുടെ അന്വേഷണങ്ങൾക്ക് പരിമിതികളുണ്ട്. കാരണം ഇവരന്വേഷിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അപ്പം EDയുടെ അന്വേഷണം ഇന്നലെ 26 സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നു, കർണാടകത്തിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഉൾപ്പെടെ. അപ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതിലെ പ്രതികളെ മാത്രമല്ല, ഇതിനപ്പുറത്തേക്കും അന്വേഷണം പോകുമെന്നുള്ളതാണ്. കാവലേൽപ്പിച്ച ദേവസ്വം ബോർഡുകാർ തന്നെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ഇതിലെ അയ്യപ്പന്റെ മുതലുകൾ മോഷ്ടിക്കുവാനായിട്ട് കൂട്ടുനിൽക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം കാര്യങ്ങൾ ആ രീതിയിലായതുകൊണ്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ, ശക്തമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. ഇതിൽ കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ അവരെയും വെളിച്ചത്ത് കൊണ്ടുവരട്ടെ, നിയമത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. കാരണം നമുക്കറിയാം, കോടതി ഇത് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വേണ്ട നിർദ്ദേശങ്ങൾ സമയാസമയങ്ങൾ കൊടുക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് വരെ ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട യാതൊരാൾക്കും ജാമ്യം ലഭിച്ചിട്ടില്ല, പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ ജയിലിൽ തന്നെ കിടക്കുകയാണ്. അപ്പൊ കേസിന്റെ ഗൗരവം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം EDയുടെ അന്വേഷണമായി മുന്നോട്ട് പോകട്ടെ, SITയുടെ അന്വേഷണമായി മുന്നോട്ട് പോകട്ടെ. രണ്ടും ശരിയായ ദിശയിൽ തന്നെ പോകട്ടെ എന്നാണ് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.